എവ്രിവൺ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഒരുപാട് ജോലികളും തിരക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു ദിവസത്തെ വീഡിയോ ക്ലിപ്പാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അന്ന് രാത്രി കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഉണ്ടാക്കിയ ഫുഡ് പ്രിപ്പറേഷൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളും കുറച്ച് റെസിപ്പിയും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡേ ടൈമിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നത്. രാത്രി ഗസ്റ്റ് വന്ന ശേഷമുള്ളതൊന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം വീഡിയോ എടുക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നല്ല തിരക്കായിരുന്നു, ബിസി ആയിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ചില വീഡിയോ ഒക്കെ എൻ്റെ ഇൻകംപ്ലീറ്റ് ആയിരുന്നു, അപ്പോൾ ഞാൻ അതൊക്കെ കട്ട് ചെയ്തതാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തതും കുറച്ച് ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ അതും ഒക്കെ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇത് ഞാൻ പെട്ടെന്ന് ഗസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞപ്പോഴേ കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിൽ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി രാത്രി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, തലേദിവസം രാത്രി. അപ്പോൾ ആ സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ രാവിലെ ഞാൻ എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞാൻ കിച്ചണിലുള്ള ഒരു ഷെൽഫിലാണ് വെക്കാറുള്ളത് കേട്ടോ. ഇങ്ങനെ കുഞ്ഞു പാക്കറ്റുകളൊക്കെ ഇങ്ങനെ 2 ബാസ്ക്കറ്റുകളിലാക്കി വെക്കും. അതേപോലെ ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ വേറൊരു ഷെൽഫിലാണ് വെക്കുക. അപ്പോൾ എടുക്കാൻ വേണ്ടി എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. എല്ലാം കൂടെ ഒന്നിൽ ഇട്ട് കഴിഞ്ഞാൽ തിരഞ്ഞു പിടിക്കണ്ടേ. അപ്പോൾ 2 സെക്ഷനാക്കിയിട്ടാണ് അങ്ങനെ വെക്കാറുള്ളത് കേട്ടോ. അപ്പോൾ സാധാരണ വാങ്ങിച്ചു കൊണ്ടുവന്ന് ഉടനെയൊക്കെ എടുത്ത് വെക്കലാണ് പതിവ്. പക്ഷേ തലേദിവസം എനിക്ക് കുറേ ജോലികളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ആകെ ടയേർഡായി പോയിരുന്നു. അപ്പോൾ രാവിലെയാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സോപ്പൊക്കെ വെക്കുന്നത് വാഷിംഗ് മെഷീനൊക്കെ വെച്ച റൂമിൽ ആ ഒരു ഷെൽഫുണ്ട്, അതിലാണ് സോപ്പും ആ ഒരു ഐറ്റം ഫുള്ളും വെക്കാറുള്ളത്. പിന്നെ ഇത് ബസ്മതി റൈസാണ്. ബസ്മതി റൈസ് ഞാൻ കുറച്ചേ വാങ്ങാറുള്ളൂ കേട്ടോ, എപ്പോഴും 1 കിലോ വാങ്ങിക്കുള്ളൂ. വല്ല ഗസ്റ്റ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കുണ്ടെങ്കിലൊക്കെ മാത്രം കുറച്ചധികം വാങ്ങിക്കുള്ളൂ. അങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രം കുറച്ചധികം വാങ്ങിക്കുള്ളൂ. അല്ലെങ്കിൽ സാധാരണ 1 കിലോ ആണ് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ആ ഒരു ജാറിൽ കറക്റ്റ് ആയിരിക്കും. അതേപോലെ ഇത് ബിരിയാണി റൈസാണ് കേട്ടോ. ബിരിയാണി റൈസും ഞാൻ അതേപോലെ 2 കിലോ ആണ് വാങ്ങിക്കുള്ളൂ, കൂടുതൽ വാങ്ങി വെക്കാറില്ല. ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഗസ്റ്റ് വരികയാണെങ്കിലൊക്കെ കൂടുതൽ വേണ്ട സമയത്ത് മാത്രമേ കൂടുതൽ വാങ്ങിക്കുള്ളൂ. അല്ലെങ്കിൽ ഈ 2 കിലോ തന്നെ ഞങ്ങൾക്ക് ധാരാളം മതിയാവും. പിന്നെ കൂടുതൽ വാങ്ങി വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു മണമൊക്കെ നഷ്ടപ്പെടും. പിന്നെ അതിൽ കുറിഞ്ചാത്തം വന്ന് കൂടും. അതൊക്കെ കാരണം കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഗസ്റ്റ് വരുന്ന ദിവസം രാത്രിയാണ് നമുക്ക് ഗസ്റ്റ് ഉള്ളത്. അപ്പോൾ രാവിലെ തന്നെ ഓരോരോ ജോലികൾ ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രി വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ സാധാരണ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത്. തലേദിവസം തന്നെ ചിക്കൻ അങ്ങനത്തെയൊക്കെ വാങ്ങിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടതൊക്കെ ചെയ്ത് വെക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. പെട്ടെന്ന് വരുന്ന ഗസ്റ്റ് ആകുമ്പോൾ പിന്നെ നമുക്ക് അന്ന് തന്നെ ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ രാവിലെ തന്നെ അതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ എന്താ ഉണ്ടാക്കേണ്ടത് അങ്ങനത്തെയൊക്കെ കേട്ടോ. അപ്പോൾ ഫ്രീസറിൽ വെക്കേണ്ട ഐറ്റംസൊക്കെ ഞാൻ രാത്രി തന്നെ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ ചീസ്, ബട്ടർ അങ്ങനത്തെയൊക്കെ ഞാൻ ഫ്രീസറിൻ്റെ ഡോറിലാണ് വെക്കുക. അപ്പോൾ ഫ്രീസർ ഫുള്ളാണ്, ഒന്നും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ല. പിന്നെ കുറേ ദിവസമായിട്ട് തിരക്കിലായതുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങിയിരിക്കുക കേട്ടോ. അപ്പോൾ അതെൻ്റെ കിളികളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. കുറച്ച് സമയം അവരുടെ കൂടെ നിൽക്കുമ്പോൾ ഒരു സന്തോഷമാണ്, അവരുടെ ഒച്ചയും ബഹളവും ഒക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ അമർ അക്ബർ ആൻ്റണി വരിയായിരിക്കുന്ന കണ്ടില്ലേ. അപ്പോൾ വീടിൻ്റെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടാവും. ഇപ്പോൾ ഈ ഒരു കൊല ഞങ്ങൾ വെട്ടാൻ വേണ്ടി ഇരുന്ന വാഴക്കൊലയായിരുന്നു. പക്ഷേ അതിൻ്റെ മുന്നേ അത് മതിലിൻ്റെ മേലെ കൂടെ മറിഞ്ഞു വീണു, വഴിയിലേക്ക് വീണു. അപ്പോൾ അത് ഒന്ന് വെട്ടി മാറ്റുകയാണ്. അപ്പോൾ വീടിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ പോവാറില്ല ഞാൻ. അപ്പോൾ ഇന്ന് വാഴക്കൊല വെട്ടുന്നതുകൊണ്ടപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ പറമ്പിലേക്ക് വരാനുള്ള ഒരു ഗേറ്റാണ് കേട്ടോ. വീട്ടിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് പറമ്പിലേക്ക് പോകാനുള്ളൊരു ഗേറ്റാണത്. അപ്പോൾ എൻ്റെ ജോലികളൊക്കെ ഞാൻ ചെയ്ത് തുടങ്ങുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മീൻ നേരാക്കണ പണിയാണ്. ഇത് നല്ല ഫ്രഷ് ചെമ്മീനും മത്തിയും ഒക്കെ ബ്രദറിനിലോ കൊണ്ടുവന്ന് തന്നതാണ്. ഇവർ പൊന്നാനിയിൽ നിന്ന് എവിടെ നിന്നോ വാങ്ങിച്ച് കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല മീനാണ്. അപ്പോൾ തന്നെ ഞാനത് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ചെമ്മീൻ നേരാക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ. അപ്പോൾ ഇന്ന് ഇതെന്തായാലും വെക്കാൻ പറ്റില്ല, കാരണം ഇന്ന് എനിക്ക് ഗസ്റ്റാണ്. അപ്പോൾ ഇത് വൃത്തിയാക്കി മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. പിന്നെ മത്തി ഉണ്ട്. അപ്പോൾ മത്തി ലഞ്ചിന് വേണ്ടിയിട്ട് എടുക്കാമെന്ന് പ്ലാനുണ്ട്. പിന്നെ ഈവനിങ് എന്തായാലും വേറെ ഫുഡാണല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് മത്തീൻ്റെ പണിയും കൂടെ ചെയ്യണം.
അപ്പോൾ മീനൊക്കെ ഞാൻ നേരാക്കാറില്ല, കാരണം ഇവിടെ എപ്പോഴും മീൻ നേരാക്കിയിട്ടാണ് കൊണ്ടുവരാറുള്ളത്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം കേട്ടോ മത്തി നേരാക്കണത്. അപ്പോൾ ആദ്യമേ ഞാൻ എല്ലാ മീനിൻ്റെയും ചെളുക്കാന്ന് ഇവിടെ പറയുക, ചെതുമ്പലില്ലേ അത് കളയും. എന്നിട്ടാണ് പിന്നെ കത്രികയും കൊണ്ട് കട്ട് ചെയ്തിട്ട് മീൻ വൃത്തിയാക്കുക കേട്ടോ. അതാണ് കുറച്ചും കൂടെ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. വെള്ളമൊന്നും അതിൽ ഒഴിച്ച് വെക്കില്ല. ഇങ്ങനെയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞ ശേഷമാണ് വെള്ളം ഒഴിച്ചിട്ട് കഴുകുള്ളൂ. അപ്പോൾ അതാണ് കുറച്ചും കൂടെ നീറ്റായിട്ട് കിട്ടാമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ മീനിൻ്റെ പണിയൊക്കെ കഴിഞ്ഞൊക്കെ കഴുകി വൃത്തിയാക്കി ഇനി അതൊരോ സെക്ഷനാക്കി മാറ്റണം. അപ്പോൾ ഇന്ന് എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ പച്ച കുരുമുളക് ഇട്ടിട്ടുള്ള മത്തി പ്രഷർ കുക്കറിൽ എങ്ങനെ വെക്കാമെന്ന് അതൊരു റെസിപ്പി കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് മീൻ അതിന് വേണ്ടി മാറ്റിയിട്ടുണ്ട്, കുറച്ച് ഞാൻ തേങ്ങ അരച്ച് കറി വെക്കുന്നുണ്ട്, അതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ബാക്കി കുറച്ച് മീൻ ഞാൻ മുളക് കറി വെക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ച് വെക്കുന്നത്. വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ആ മീനിൻ്റെ ഫ്രഷ്നെസ് ഒരിക്കലും പോവില്ല കേട്ടോ, അതേപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ പച്ചക്കുരുമുളക് അരച്ച് വെക്കാൻ വേണ്ടിയിട്ട് പച്ചക്കുരുമുളകിൻ്റെ കളർ ഇങ്ങനെയുള്ളത് ഞാനത് ഫ്രീസറിൽ വെച്ചോണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് ഉണ്ടെങ്കിൽ പറിച്ച് ചെയ്താൽ മതി. പിന്നെ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പിലയും പിന്നെ കല്ലുപ്പും ചേർത്തിട്ടാണ് അരക്കുന്നത്. പിന്നെ കാന്താരിയും കൂടെ ചേർത്ത് അരച്ചാൽ നല്ല അടിപൊളിയായിരിക്കും. പക്ഷെ അത്ര എരിവ് താങ്ങാനുള്ള കെൽപ്പില്ലാത്തതുകൊണ്ട് ഞാൻ കാന്താരി അരച്ച് ചേർക്കണില്ല. ബാക്കിയുള്ളതെല്ലാം അരച്ചിട്ട് അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തേച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് വേണ്ടെന്ന് മാത്രം കുറച്ച് മീനെടുത്തിട്ട് ഞാൻ കുക്കറിൽ വെക്കുക കേട്ടോ. അപ്പോൾ കുക്കറിൽ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ തേച്ചത് വാഴൻ്റെ ഇല കരിഞ്ഞ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ വാഴൻ്റെ ഇല ഒന്ന് ചെറുതായി വാട്ടിയിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വേണ്ട മീൻ നിരത്തി കൊടുക്കുകയാണ്. പിന്നെ ഇതിൽ പുളി ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുറച്ച് പുളിയും കൂടെ ചേർക്കാം കേട്ടോ, ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ കാന്താരി ഞാൻ അരച്ചിട്ടില്ല, അപ്പോൾ അതിൻ്റെ മേലെ അങ്ങനെ വെറുതെ ഇട്ട് കൊടുക്കണേ ഉള്ളൂ. അത് വെന്ത് കഴിയുമ്പോൾ നല്ല രസമുണ്ടാവും. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മേലെ ഒഴിച്ചിട്ട് മറ്റൊരു വാഴൻ്റെ ഇലേൻ്റെ പീസ് എടുത്ത് അതിൻ്റെ മുകളിൽ അടച്ച് വെക്കാം. വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി അടച്ച് വെച്ചിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് വെക്കുക. അപ്പോൾ ആ മത്തിയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വന്നോളും. പിന്നെ ഹൈ ഫ്ലെയിം ആക്കി വെക്കണം. ഹൈ ഫ്ലെയിം ആക്കിയിട്ട് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് വെന്തിട്ടുണ്ടാവും. മറിച്ചിടൊന്നും വേണ്ട, അപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ കനലിലൊക്കെ ചുട്ടെടുക്കുന്ന ആ ഒരു രീതി തന്നെയാണ് ഇതിൽ കേട്ടോ. പക്ഷേ ഇത് പ്രഷർ കുക്കർ ആയതുകൊണ്ട് നമ്മൾ മുകളിൽ വേറെ തീയൊന്നിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല, അത് വെന്തോളും. അപ്പോൾ ആ മീനിൻ്റെ അതേ സെയിം കളർ തന്നെ, പക്ഷേ നല്ല വെന്തിട്ട് നല്ല മണമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ പുളിയും കൂടെ വേണമെന്നുള്ള ആൾക്കാർ കുറച്ച് പുളിയും കൂടെ അതിലേക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ കുക്കർ കരിഞ്ഞു പിടിച്ചിട്ടൊന്നുമില്ല, കഴുകിയ വൃത്തിയാവണ മാതിരിയുള്ളൂ. ആ വാഴൻ്റെ ഇലയുടെ കറയാണ് കേട്ടോ ആ കുക്കറിൽ കണ്ടത്. അപ്പോൾ ഇവിടെ പച്ചക്കുരുമുളക് അരച്ച് വെച്ച മത്തി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോ കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ മീൻ കറി വെക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല, അതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. അപ്പോൾ ഇനി ഗസ്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ ഇവിടെ ഞാൻ സൂക്ക ചിക്കനാണ് എൻ്റെ ഒരു റെസിപ്പി. അപ്പോൾ അത് നേരത്തെ ഞാൻ കാണിച്ചത് കൊണ്ട് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ സൂക്ക ചിക്കനും മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതേപോലെ കബാബിനുള്ള ചിക്കനും മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതൊക്കെ കുറച്ച് സമയം ഇങ്ങനെ വെക്കേണ്ടത് കൊണ്ട് നേരത്തെ ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ചിക്കൻ്റെ ഡ്രം സ്റ്റിക്സ് നമ്മൾ മസാല ആക്കിയിട്ട് അതും അതുപോലെ ഫ്രിഡ്ജിലാണ് വെക്കണം കേട്ടോ, ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് സമയം മുമ്പ് എടുത്ത് പുറത്ത് വെച്ചാൽ മതി. പിന്നെ കുറച്ച് മീനും മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫ്രൈഡ് റൈസിനുള്ള വെജിറ്റബിൾസും മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് മട്ടൻ കറിയാണ്. അതിൻ്റെയും കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. നാടൻ രീതിയിലുള്ള മട്ടൻ കറിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം സവാള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക് ഇതൊക്കെ വഴറ്റി കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി അങ്ങനെയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ വൈകുന്നേരമാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. മറ്റേത് രാവിലെയൊക്കെ ചെയ്ത് വെച്ചിട്ട് പിന്നെ വൈകുന്നേരത്താണ് ഈ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കുന്ന തിരക്കിലായിപ്പോയിരുന്നു. അപ്പോൾ ഞാൻ എന്നാലും പറഞ്ഞു തരാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ചേർക്കുന്നത് ചെറിയ സ്പൂൺ, 1 സ്പൂൺ ഗരം മസാലപ്പൊടിയാണ്. ഗരം മസാല പറഞ്ഞാൽ പട്ട, ഗ്രാമ്പ്, ഏലക്ക മാത്രം പൊടിച്ച് വെച്ചതാണ് കേട്ടോ, മറ്റുള്ളത് മസാലകളൊന്നും ഇട്ടിട്ടില്ല. പിന്നെ പെരുംജീരകം, അതായത് വലിയ ജീരകം 1 ടീസ്പൂൺ നിറച്ചിടുന്നുണ്ട്. ഇത് 1 കിലോ മട്ടൻ്റെ അളവാട്ടോ ഞാൻ പറഞ്ഞത്. 1 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ പിന്നെ ചെറിയ ജീരകം പൊടിച്ച് വെച്ചതാട്ടോ. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റിയിട്ട് പിന്നെ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. മല്ലിയില ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെക്കാം കേട്ടോ. പിന്നെ ഇതിപ്പോൾ മട്ടനാണ്, ഞാൻ പ്രഷർ കുക്കറിൽ കഴുകിയിട്ടൊക്കെ അതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ച മസാലയിൽ നിന്ന് കുറച്ച് ഭാഗം, പകുതിയിലും കുറച്ച് കുറവ് ഇതിൽ ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഈ മട്ടൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട്
നമുക്കത് വേവിച്ചെടുക്കാം. അപ്പോൾ ഓരോ കുക്കറിലും ഓരോ തരത്തിലാണല്ലോ. അപ്പോൾ എൻ്റെ ഈ പ്രഷർ കുക്കറിൽ ഞാനൊരു 5 വിസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫുള്ളായിട്ട് വേവില്ല കേട്ടോ, ഫുള്ളായിട്ട് വേവിക്കേണ്ട, നല്ലോണം വെന്തുടയുന്ന പോലെ വേവിക്കേണ്ട, ഒരു 1/4 ഭാഗം വേവിച്ചാൽ മതിയാവും. എന്നിട്ട് നമുക്ക് ഇതിപ്പോൾ 1/4 ഭാഗം വെന്ത മട്ടനാണ്. ഇത് നമുക്ക് നേരത്തെ വഴറ്റി വെച്ച മസാലയില്ലേ അതിലേക്ക് ഇട്ടിട്ട് ബാക്കി ഭാഗം അതിൽ കടന്നിട്ടാണ് വേവിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൽ ഇട്ടിട്ട് ചേർത്തിട്ട് നന്നായി വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മട്ടൻ കറി റെഡിയാവും. വേറെ ഒന്നും അതിൽ ചെയ്യാനില്ല. മല്ലിയില, കറിവേപ്പില എന്തെങ്കിലും ആവശ്യത്തിന് ചേർത്താൽ മതിയാവും. അപ്പോൾ ഇത് സൂക്ക ചിക്കന് വേണ്ടിയിട്ടുള്ള മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ സോസുകളൊക്കെ ചില്ലി സോസ്, സോയാ സോസ്, ടൊമാറ്റോ സോസും പിന്നെ ജിഞ്ചർ ഗാർലിക്കും കുറച്ച് റെഡ് ഫുഡ് കളറും കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അത് വേവിച്ചിട്ട് ശേഷം ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ക്യാപ്സിക്കം ചേർക്കുക. ക്യാപ്സിക്കവും ചേർത്തിട്ട് ഒന്ന് വേവിച്ചിട്ട് പിന്നെ ചേർക്കേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് അരച്ചിട്ട് മിക്സ് ചെയ്ത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, എന്നാലും കാണാത്തവരുണ്ടെങ്കിൽ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പോൾ പച്ചമുളകാണ് അതിൻ്റെ ഹൈലൈറ്റ്. എരിവിന് പച്ചമുളകാണ്. നേരത്തെ ചില്ലി സോസും ചേർക്കുന്നുണ്ട്, എന്നാലും ആ പച്ചമുളക് അവസാനം ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. പിന്നെ മല്ലിയിലയും വിതറിയിട്ട് ഓഫ് ചെയ്യാം. അത് റെഡിയായി. പിന്നെ ഇത് ഞാൻ വെൽക്കം ഡ്രിങ്ക് ബദാം മിൽക്ക് ഷേക്ക് ആട്ടോ, കേസർ ബദാം റെഡിമെയ്ഡ് വാങ്ങിക്കില്ലേ അതാണ്. അപ്പോൾ ഗസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു പോയി, പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് നെക്സ്റ്റ് ഡേത്തെ വീഡിയോ ആണ് കേട്ടോ. പാത്രങ്ങൾ കഴുകി വെച്ചതൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയൊക്കെ കാണിക്കുന്നുള്ളൂ കേട്ടോ. അതിൻ്റെ തിരക്ക് പിടിച്ച ഒരു ദിവസത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.